നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികളും പ്രതിരോധ പ്രോട്ടോകോളുകളും ആവർത്തിച്ച് ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മൂക്കും വായയും മൂടുന്ന വിധത്തിൽ മെഡിക്കൽ മാസ്കോ തുണികൊണ്ടുള്ള മാസ്കോ ധരിക്കാതിരിക്കുന്നത് കൊറോണ വൈറസിനെതിരായ പ്രതിരോധ നടപടികളുടെ ലംഘനമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മാസ്ക് ധരിക്കാത്തതിന് ആദ്യം പിടികൂടിയാൽ 1000 റിയാലാണ് പിഴ ഈടാക്കുക. പ്രതിരോധ നടപടികളുടെ ലംഘനം ആവർത്തിക്കുന്നതോടെ പിഴ ഇരട്ടിയാക്കും. ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ പരമാവധി പിഴ തുക 1,00,000 റിയാൽ വരെ എത്തിയേക്കാം. വ്യക്തികളുടെ സുരക്ഷ മുൻനിർത്തി കോവിഡ് അണുബാധ തടയുന്നതിനും വ്യാപനം പരിമിതപ്പെടുത്തുന്നതിനുമാണ് ഇത്തരമൊരു പിഴ ഏർപ്പെടുത്തുന്നതെന്ന് മന്ത്രാലയം പറഞ്ഞു. കൊറോണ കേസുകളുടെ വർധനവിനെ തുടർന്നാണ് മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ സൗദി വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് തിരിച്ചടിയായി ഇന്ത്യ സൗദി നേരിട്ടുള്ള വിമാന സർവീസിൽ മാറ്റം. കണ്ണൂർ സൗദി സെക്ടറിൽ താൽക്കാലികമായി നേരിട്ടുള്ള സർവീസ് ഇല്ല. കോവിഡിനെ തുടർന്ന് സൗദിയിലേക്കും തിരിച്ചുമുള്ള സർവീസ് നിർത്തിവച്ചിരുന്നുവെങ്കിലും ഇന്നലെ മുതൽ ഇന്ത്യ സൗദി എയർ ബബിൾ ക്രമീകരണ വഴി സർവീസ് ആരംഭിച്ചെങ്കിലും കണ്ണൂരിലേക്ക് എയർ ബബിൾ നേരിട്ടുള്ള സർവീസ് ഉണ്ടാകില്ല. നവംബറിൽ സൗദി അറേബ്യ യാത്രാവിലക്ക് പിൻവലിക്കുകയും ഡിസംബറിൽ രാജ്യാന്തര സർവീസ് സാധാരണ നിലയിലേക്ക് പുനരാരംഭിക്കുമെന്ന കേന്ദ്ര വ്യോമയാന വകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂർ റിയാദ് സെക്ടറിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള ചർച്ചകൾ വിമാന കമ്പനികൾ ആരംഭിച്ചിരുന്നു. യാത്രാവിലക്ക് ഈ മാസം 31 വരെ നീട്ടിയതോടെയാണ് സർവീസ് നീണ്ടുപോയത്. എയർ ബബിൾ വന്ദേ ഭാരത് വിഭാഗത്തിൽ ഷാർജ, അബുദാബി, കുവൈറ്റ്, ദോഹ, ദുബായ്, മസ്കറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്ക് വിന്റർ ഷെഡ്യൂളിൽ നേരിട്ടുള്ള സർവീസ് നടത്തുന്നുണ്ടെങ്കിലും റിയാദിലേക്ക് സർവീസ് ഉണ്ടാകില്ല. മുൻപ് കണ്ണൂരിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം റിയാദിലേക്ക് നേരിട്ടുള്ള സർവീസ് നടത്തിയിരുന്നു. യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് സർവീസ് താൽക്കാലികമായി നിർത്തിയത്. കോവിഡ് സമയത്ത് യാത്രക്കാരെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ സർവീസ് കണ്ണൂർ റിയാദ് സെക്ടറിൽ നടത്തിയിട്ടുണ്ട്. കാലവർഷത്തിന്റെ പ്രതീതി സമ്മാനിച്ച് യുഎഇയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. ചിലയിടങ്ങളിൽ ഇടിയുടെ അകമ്പടിയോടെയായിരുന്നു മഴ പെയ്തത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് വെള്ളം നീക്കം ചെയ്തത്. ദുബായിൽ വെള്ളിയാഴ്ച തുടങ്ങിയ മഴ ഇന്നലെയും തുടരുന്നു. എന്നാൽ അബുദാബി, അലൈൻ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു മഴ കടുത്തത്. താപനില കുറഞ്ഞതോടെ യുഎഇയിൽ തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ദുബായിൽ എങ്ങും ഇരുൾ മൂടിയ നിലയിലായിരുന്നു പകൽ. യുഎഇയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രി 11 വരെ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ശനിയാഴ്ച പുലർച്ചെ മുതൽ സൗദിയിലെ പലയിടങ്ങളിലും കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടായതായി റിപ്പോർട്ട്. തബൂക്കിലെ ജബൽ അൽ ലൗസിന്റെ കൊടുമുടി പൂർണ്ണമായും വെള്ളപുതച്ചു. പാതയോരങ്ങളിലും കുന്നുകളിലും മഞ്ഞുമൂടിയത് കൗതുകമായി. പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുവാനും ചിത്രമെടുക്കുവാനും കുട്ടികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ പുറത്തിറങ്ങി. ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരെ കാഴ്ച കാണാൻ ആളുകളെത്തി. പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ അന്തരീക്ഷം ആസ്വദിച്ച് വെള്ളയിൽ പുതച്ച മലമുകളിലേക്ക് കയറാൻ ആളുകൾ തിക്കിത്തിരക്കി. ഞായറാഴ്ച വരെ രാജ്യത്ത് മഞ്ഞുവീഴ്ച തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. അതോടൊപ്പം തിങ്കളാഴ്ച വരെ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന് നേരത്തെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. റിയാദ്, മക്ക, മദീന, കിഴക്കൻ പ്രവിശ്യ അൽബാഹ, അസീർ, ജസാൻ, അൽ ഖസീം, തബൂക്ക്, അൽ ജബൂഫ്, ഹായിൽ എന്നീ പ്രദേശങ്ങൾ സാമാന്യം ശക്തമായ മഴ ലഭിക്കുമെന്നായിരുന്നു അറിയിപ്പ്. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് യാത്രാ നിരോധനം പ്രഖ്യാപിച്ച യുഎഇ. ഈ മാസം 10-ന് നിരോധനം പ്രാബല്യത്തിൽ വരും. പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തവർ COVID-19 ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കണമെന്നും ദേശീയ അടിയന്തര നിവാരണ സമിതിയും വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രാലയവും അറിയിച്ചു. മെഡിക്കൽ കാരണങ്ങളാൽ വാക്സിൻ എടുക്കാൻ കഴിയാത്തവരെ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഖത്തറിൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ വീണ്ടും ശക്തമാക്കുന്നു. ഖത്തർ മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന് തീരുമാനമായത്. രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം. തുറസായ സ്ഥലങ്ങളിലും അടച്ചിട്ട മറ്റു സ്ഥലങ്ങളിലും മാസ്ക് നിർബന്ധമാക്കും. തുറസായ സ്ഥലത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമാണ് ഇതിൽ ഇളവ് ലഭിക്കുന്നത്. ലോകവ്യാപകമായ കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ വിദേശയാത്രകൾ മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി കുവൈറ്റ് അധികൃതർ. വിദേശകാര്യ മന്ത്രാലയമാണ് രാജ്യത്ത് നിന്ന് യാത്രയ്ക്കൊരുങ്ങുന്ന കുവൈറ്റ് പൗരന്മാർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ലോകവ്യാപകമായി ഇപ്പോൾ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് രോഗം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് പുറമെ വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ സുരക്ഷാ നിബന്ധനകളിലും മുൻകരുതൽ നിർദ്ദേശങ്ങളിലും മാറ്റം വരാനും സാധ്യതയുണ്ടെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. വിവിധ രാജ്യങ്ങളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താനോ വിമാനങ്ങൾ വൈകാനോ വിമാനയാത്രകൾ റദ്ദാക്കപ്പെടാനോ സാധ്യതയുണ്ടെന്നും വിദേശത്ത് ഇത്തരം അവസ്ഥകൾ നേരിടേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് യാത്രകൾ മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.